ഹായ് ഓൾ, വെൽക്കം ടു വൺസ് കോച്ചിങ്. അപ്പോൾ ഇന്ന് ഈ സെഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്ലിപ്പ് റിംഗ് ആൻഡ് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്ലിപ്പ് റിംഗ് ആൻഡ് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ ആണ് നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം there are two types of rotors. അതായത് ഇൻഡക്ഷൻ മോട്ടർ പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് മെയിൻ ആയിട്ടും അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റോട്ടറിന്റെ ഏത് ടൈപ്പ് ഓഫ് റോട്ടർ ആണ് യൂസ് ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിനെ മെയിൻ ആയിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണ് രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോട്ടേഴ്സ് എന്ന് പറയുന്നത്? ഒന്ന് സ്ക്വിറൽ ഗേജ് റോട്ടറും ദ അതർ വൺ ഈ സ്ലിപ്പ് റിംഗ് അല്ലെങ്കിൽ വൗണ്ട് റോട്ടർ ഇൻഡക്ഷൻ മോട്ടർ. ഇതാണ് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിന്റെ രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓരോ റോട്ടറും എങ്ങനെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ, എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്വിറൽ ഗേജ് റോട്ടർ ആണ്. അപ്പൊ ഈ സ്ക്വിറൽ ഗേജ് റോട്ടറിന്റെ കൺസ്ട്രക്ഷനിലോട്ട് വരുമ്പം നമുക്കറിയാം റോട്ടർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, നമുക്ക് ഒരു ലാമിനേറ്റഡ് സിലിണ്ടറിക്കൽ കോർ ആയിരിക്കും നമുക്കുള്ളത് അല്ലെ. നമുക്കൊരു ലാമിനേറ്റഡ് സിലിണ്ടറിക്കൽ കോർ ഉണ്ടാവും. അതിന്റെ ഔട്ടർ പെരിഫറി സ്ലോട്ടഡ് ആയിരിക്കും അല്ലെ. സ്ലോട്ടഡ് ആയിട്ട് അവിടെ നമ്മൾ കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം ബാർ ആയിരിക്കും നമ്മൾ വെച്ചിരിക്കുന്നത്. That means it consists of a laminated cylindrical core having semi-closed slots at the outer periphery. Outer periphery യിൽ സ്ലോട്ടഡ് ആയിരിക്കും ഈ ഒരു entire core എന്ന് പറയുന്നത്. Then copper, brass or aluminium കണ്ടക്ടേഴ്സ് ആയിരിക്കും നമ്മൾ എവിടെ വെച്ചിരിക്കുന്നത്, ഈ സ്ലോട്ട്സിൽ വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്, നമ്മുടെ കോർ എന്ന് പറയുന്നത്. ഈ കോറിന്റെ റോട്ടർ കോറിന്റെ ഔട്ടർ പെരിഫറി എന്താണ്, നമ്മൾ സ്ലോട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അതിനുശേഷം ആ സ്ലോട്ട്സിൽ എന്താണ്, നമ്മൾ കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം ബാർസ് ആയിരിക്കും നമ്മൾ ഈ ഓരോ സ്ലോട്ടിലും വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്താണ്, അവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് വേണം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ക്ലോസ്ഡ് പാത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബാർ രണ്ട് എൻഡിലും നമ്മൾ കോപ്പർ എൻഡ് റിങ്സ് വെച്ചിട്ട്, കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം എൻഡ് റിങ്സ് വെച്ചിട്ട് ഈ രണ്ട് സൈഡിലും നമ്മൾ എന്താണ് ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഷോർട്ട് ചെയ്യുമ്പോൾ എന്താണ്, നമുക്കൊരു സ്ക്യൂറലിന്റെ കേജ് പോലെ നമുക്ക് തോന്നും അല്ലെ. സ്ക്യൂറലിന്റെ കേജിൽ കുറെ നമുക്ക് ലോങ് ബാർസ് കാണാൻ പറ്റും. രണ്ട് എൻഡിലും എന്താണ് അതിനെ കണക്ട് ചെയ്യുന്ന ഒരു എൻഡ് റിങ്സ് പോലത്തെ ഒരു കണക്റ്റിംഗ് മെമ്പർ നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങനെ ഒരു സ്ക്യൂറലിന്റെ കേജിനോടാണ് നമ്മുടെ ഏത് ഈ റോട്ടർ, സ്ക്യൂറൽ ഗേജ് റോട്ടറിന്റെ സ്ട്രക്ചർ സിമിലർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്, സ്ക്യൂറൽ കേജ് റോട്ടർ എന്ന് നമ്മൾ പറയുന്നത്. റോട്ടർ വൈൻഡിങ്സ് ഇവിടെ നമ്മൾ പറഞ്ഞു, ഈ കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം ബാർ, നമ്മൾ റോട്ടറിൽ യൂസ് ചെയ്യുന്ന കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം ബാർ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ എൻഡ് റിങ്സ് വെച്ചിട്ട് രണ്ട് സൈഡിൽ നമ്മൾ പെർമനന്റ്ലി ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ പെർമനന്റ്ലി ഷോർട്ട് സർക്യൂട്ടഡ് ആയതുകൊണ്ട് ഇനി നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലോട്ട് എന്താണ്, നമുക്ക് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യാനുള്ള ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, നോട്ട് പോസിബിൾ ടു ആഡ് എനി എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ടു ദ റോട്ടർ സർക്യൂട്ട്. കാരണം എന്താണ്, കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം എൻഡ് റിങ്സ് വെച്ചിട്ട് നമ്മൾ റോട്ടർ ബാസ് പെർമനന്റ്ലി ഷോർട്ടഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇനി എക്സ്റ്റേണൽ അല്ലെങ്കിൽ റോട്ടർ റെസിസ്റ്റൻസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എവിടെയില്ല, നമ്മുടെ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ നമുക്കില്ല. ഇനി നമുക്കറിയാം ഇതിന്റെ റോട്ടർ ബാർ, ഞാൻ പറഞ്ഞു റോട്ടർ ബാർ ഇപ്പൊ നമുക്ക് n നമ്പർ ഓഫ് ബാർസ് ഉണ്ടെന്ന് വെച്ചോ. അതായത് R1 R2 അങ്ങനെ നമുക്ക് R3 അങ്ങനെ നമുക്ക് n നമ്പർ ഓഫ് ബാർസ് ഉണ്ടെന്ന് വിചാരിച്ചു. n നമ്പർ ഓഫ് ബാർസ് രണ്ട് എൻഡിലും എന്താണ് നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എൻഡ് റിങ്സ് വഴി. അങ്ങനെ ഇതിനെയാണ് ഈ എൻഡ് കണക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻഡ് റിങ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ എൻഡ് റിങ്സ് വെച്ച് പെർമനന്റ്ലി ഷോർട്ടഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പാരലൽ കണക്ഷൻ പോലെയാണ് നമുക്ക് ഈ ഒരു റോട്ടർ സർക്യൂട്ട് ഫീൽ ചെയ്യുമല്ലോ അല്ലെ. അപ്പൊ ഓരോ ബാറിന്റെയും റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് R1 ഈക്വൽ ടു R2 ഈക്വൽ ടു എക്സെട്ര Rn ഈക്വൽ ടു R എന്ന് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ജസ്റ്റ് R ഡിവൈഡഡ് ബൈ N ആയിരിക്കും അല്ലെ. N ബാർ ഉണ്ടെങ്കിൽ R ഡിവൈഡഡ് ബൈ N ആയിരിക്കും അതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് എന്താണ്, നമ്മുടെ റോട്ടർ റെസിസ്റ്റൻസിന്റെ വാല്യൂ വളരെ കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം പാരലൽ കണക്ഷൻ പോലെയാണ് നമ്മൾ രണ്ട് സൈഡും എൻഡ് റിങ്സ് വെച്ച് ഷോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ടോട്ടൽ നമ്മുടെ റോട്ടറിന്റെ അതിന്റെ ആ ഒരു ഇൻബിൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, വളരെ കുറവായിരിക്കും അല്ലെ. As end rings permanently short the bars, the rotor resistance is quite small and is not possible to add an external resistance as the bars get permanently shorted. അപ്പോൾ നമുക്കറിയാം എന്താണ് സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഒരു സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ എങ്ങനെയാണ്, പ്രപ്പോർഷണൽ ടു റോട്ടർ റെസിസ്റ്റൻസ് ആണ് അല്ലെ. അതായത് റോട്ടർ റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടുന്തോറും സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു കേസിൽ, അതായത് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ അതിന്റെ റോട്ടർ റെസിസ്റ്റൻസിന്റെ വാല്യൂ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ റോട്ടർ ബാർ പെർമനന്റ്ലി ഷോർട്ടഡ് ആയതുകൊണ്ട് ഇനി അതിലോട്ട് നമുക്ക് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം എന്താണ്, റോട്ടർ റെസിസ്റ്റൻസിന്റെ വാല്യൂ വളരെ കുറഞ്ഞു പോയി. അപ്പൊ എന്ത് സംഭവിക്കും, സ്റ്റാർട്ടിംഗ് ടോർക്കിന്റെ വാല്യൂ വളരെ കുറവായിരിക്കും അല്ലെ. അതായത് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് ടോർക്കിന്റെ വാല്യൂ വളരെ കുറവാണ്. ഇനി അതിന്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാൻ, നമ്മൾ ഒരു മോഡറേറ്റ് ലെവലിലോട്ട് കൂട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ്. ഒന്ന് ഡി ബാർ
കേജ് റോട്ടർ ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡീപ് ബാർ റോട്ടർ ഇൻഡക്ഷൻ മോട്ടറും അതുപോലെ തന്നെ ഡബിൾ കേജ് റോട്ടർ ഇൻഡക്ഷൻ മോട്ടറും. അത് കുറച്ച് സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്, കുറച്ച് റോട്ടർ റെസിസ്റ്റൻസ് നമ്മൾ അല്ലെങ്കിൽ റോട്ടർ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ കൂട്ടിയെടുക്കുന്നത്. പക്ഷെ ഒരു നോർമൽ ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ ഒരു സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ ആണെങ്കിൽ അതിന്റെ റോട്ടർ റെസിസ്റ്റൻസിന്റെ വാല്യൂ വളരെ കുറവായിരിക്കും. അത് കുറവായതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് ടോർക്കിന്റെ വാല്യൂ എന്താണ്, വളരെ കുറവാണ്. ഇനി നമ്മൾ റോട്ടർ സ്ട്രക്ചറിലോട്ട് നോക്കിയാൽ റോട്ടർ സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞു കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം ബാർ യൂസ് ചെയ്യുന്നു, എൻഡ് റിങ്സ് വെച്ചിട്ട് രണ്ട് സൈഡിൽ നമ്മൾ ഷോർട്ട് ചെയ്യുന്നു. അപ്പൊ റോട്ടറിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ സ്മൂത്ത് ആയിരിക്കും അല്ലെ. അപ്പൊ റോട്ടർ വളരെ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് എയർ ഗ്യാപ്പ് ലെങ്ത് വളരെ കുറച്ച് മതി. അതായത് സ്റ്റേറ്ററും റോട്ടറും തമ്മിലുള്ള എയർ ഗ്യാപ്പ് ലെങ്ത് വളരെ കുറച്ച് മതി, സിൻസ് ദ റോട്ടർ കൺസ്ട്രക്ഷൻ ഈസ് വെരി സ്മൂത്ത്. അതുകൊണ്ട് എന്താണ്, റോട്ടറി സ്മൂത്ത് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ്, അതായത് നമുക്ക് ഇവിടെ പെർമനന്റ്ലി ഒരു റിംഗ് വെച്ചിട്ട് ഷോർട്ടഡ് ആണ്, അല്ലാതെ ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറെ ഓവർ ഹാങ്സോ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റോട്ടറിന്റെ കൺസ്ട്രക്ഷൻ വളരെ സ്മൂത്ത് ആണ്. അതുകൊണ്ട് നമുക്ക് വളരെ ചെറിയ എയർ ഗ്യാപ്പ് മതി. സ്മോൾ എയർ ഗ്യാപ്പ് ഈസ് സഫീഷ്യന്റ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, എയർ ഗ്യാപ്പ് ലെങ്ത് കുറയുമ്പോൾ എന്ത് സംഭവിക്കും നമുക്കറിയാം, അതിന്റെ പവർ ഫാക്ടർ, സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. നമ്മൾ പറഞ്ഞു നമ്മളിനി പഠിക്കുന്ന സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിലോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് സ്ലിപ്പ് റിംഗും ബ്രഷും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതൊന്നും നമുക്ക് ഏത് കേസിൽ വരുന്നില്ല, നമ്മുടെ ഈ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആൻഡ് റോബസ്റ്റ് കൺസ്ട്രക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ മെജോറിറ്റി ഓൾമോസ്റ്റ് 90% ഓഫ് ദ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും, ഈ ഒരു പെർട്ടിക്കുലർ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു റോട്ടർ റെസിസ്റ്റൻസിന്റെ വാല്യൂ വളരെ കുറവായതുകൊണ്ട് സ്റ്റാർട്ടിംഗ് ടോർക്ക് വളരെ കുറവായിരിക്കും. ഇനി റോട്ടർ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു അഡ്വാൻറ്റേജ് എന്താണ്, നമുക്കറിയാം റോട്ടർ കോപ്പർ ലോസ് അല്ലെ, I2² × R2 ലോസസ് വളരെ കുറവായിരിക്കും. അപ്പൊ എഫിഷ്യൻസി എന്തായിരിക്കും, എഫിഷ്യൻസി മച്ച് മോർ ഹയർ ആയിരിക്കും അല്ലെ. അപ്പൊ എഫിഷ്യൻസി ഹയർ ആയിരിക്കും, അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവായിരിക്കും. പിന്നെ നമുക്ക് വേറൊരു കാര്യം അറിയാം അല്ലെ, മാക്സിമം ടോർക്ക് അല്ലെ. മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലീക്കേജ് റിയാക്ടൻസ് ആണ്. ലീക്കേജ് റിയാക്ടൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ റോട്ടറിന്റെ കൺസ്ട്രക്ഷൻ വളരെ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, എയർ ഗ്യാപ്പ് ലെങ്ത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് കുറവാണ് അല്ലെ. എയർ ഗ്യാപ്പ് ലെങ്ത്തിന്റെ വാല്യൂ കുറവാകുമ്പോൾ ലീക്കേജ് ഫ്ലക്സിന്റെ വാല്യൂ കുറവായിരിക്കും, അന്നേരം ലീക്കേജ് റിയാക്ടൻസിന്റെ വാല്യൂ കുറവായിരിക്കും. സോ നമ്മുടെ എന്താണ്, മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഒരു സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ ഈവൻ ദോ സ്റ്റാർട്ടിംഗ് ടോർക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കുറച്ച് കുറവാണെങ്കിൽ, സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവാണെങ്കിലും നമുക്ക് എന്താണ്, എക്സലന്റ് റണ്ണിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് എഫിഷ്യൻസി വളരെ കൂടുതലായിരിക്കും, മാക്സിമം ടോർക്ക് വളരെ കൂടുതലായിരിക്കും. അപ്പൊ റണ്ണിങ് ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ ഏതാണ്, നമ്മുടെ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ ആണ്. പക്ഷെ നമുക്ക് എന്താണ്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഇൻഫീരിയർ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്, സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന് ഇൻഫീരിയർ സ്റ്റാർട്ടിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും, പക്ഷെ ഗുഡ് റണ്ണിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. അത് മാക്സിമം ടോർക്ക് ആയിക്കോട്ടെ, എഫിഷ്യൻസി ആയിക്കോട്ടെ, പവർ ഫാക്ടർ ആയിക്കോട്ടെ, എല്ലാം കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഏത് കേസിൽ, നമ്മുടെ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ മെയിൻ ആയിട്ടും വരുന്ന ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ലിപ്പ് റിംഗ് അല്ലെങ്കിൽ വൗണ്ട് റോട്ടർ ഇൻഡക്ഷൻ മോട്ടറാണ്, അതിന്റെ കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ വൗണ്ട് റോട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു വൈൻഡിങ്സ് ആയിരിക്കും നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ റോട്ടറിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ നമ്മൾ കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം ബാർ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. അതിന് രണ്ട് സൈഡും എൻട്രൻസ് വെച്ച് ഷോർട്ട് ചെയ്തൊരു സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, കോപ്പർ അല്ലെങ്കിൽ ഒരു 3 ഫേസ് വൈൻഡിങ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരത്തെ കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം ബാർ യൂസ് ചെയ്ത് ഇവിടെ നമ്മൾ 3 ഫേസ് വൈൻഡിങ് ആയിരിക്കും നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്, നമ്മുടെ റോട്ടർ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് സ്റ്റേറ്ററിലോട്ട് നമ്മൾ എന്താണ് 3 ഫേസ് വൈൻഡിങ് ആയിരിക്കും സ്റ്റേറ്ററിൽ ഉണ്ടാവുന്നത്. അതിന് സിമിലർ ആയിട്ടുള്ള ഒരു വൈൻഡിങ് തന്നെയായിരിക്കും നമുക്ക് എവിടെ ഉണ്ടാവുന്നത്, റോട്ടറിൽ ഉണ്ടാവുന്നത്, വിച്ച് ഈസ് വൗണ്ട് ഫോർ ദ സെയിം നമ്പർ ഓഫ് പോൾസ് ആസ് എ സ്റ്റേറ്റർ. അപ്പൊ സ്റ്റേറ്റർ വൈൻഡിങ് എത്ര നമ്പർ ഓഫ് പോൾസിനാണോ നമ്മൾ വൈൻഡ് ചെയ്തിരിക്കുന്നത്, സെയിം നമ്പർ ഓഫ് പോൾസിന് തന്നെയായിരിക്കും റോട്ടർ വൈൻഡിങ്സ് നമ്മൾ വൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, സോ കൺസെപ്റ്റ് ഓഫ് എ ലാമിനേറ്റഡ് കോർ, നമുക്കൊരു ലാമിനേറ്റഡ് റോട്ടർ കോർ കാണും, having semi-closed slots at the outer periphery and carries a 3-phase winding. Unlike this copper or aluminum bars, ഇവിടെ നമുക്ക് ഉണ്ടാവുന്നത് 3-phase winding ആയിരിക്കും. അതിനുശേഷം എന്താണ്, റോട്ടർ is bound for the same number of poles as that of stator. സ്റ്റേറ്ററിന്റെ സെയിം നമ്പർ ഓഫ് പോൾസ് തന്നെയായിരിക്കും റോട്ടറിലും വരേണ്ടത്. Then the 3 end terminals, നമുക്കറിയാം 3-phase winding എന്ന് പറയുമ്പോൾ അതിന്റെ ends are connected together to form a star connection. അതിന്റെ 3 ends ജോയിൻ ചെയ്തിട്ട് നമ്മളൊരു യൂഷ്വലി സ്റ്റാർ കണക്ഷൻ ഫോമിലാണെങ്കിൽ 3 ends ജോയിൻ ചെയ്ത് സ്റ്റാർ പോയിന്റ് ഉണ്ടാക്കും. Then remaining 3 terminals ആയിരിക്കും നമ്മൾ എന്താണ് 3 സ്ലിപ്പ് റിംഗ്സിലോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുന്നത്, which is connected to the shaft of the motor. To the other 3 ends of the 3-phase windings are permanently connected to these slip rings connected to the shaft of the motor. അപ്പൊ അതിന്റെ ഫിഗർ നമുക്കൊന്ന് നോക്കാം.
അപ്പൊ എന്താണ് റോട്ടറിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഒരു സ്ലിപ്പറിംഗ് മോട്ടർ ആണെങ്കിൽ നമുക്ക് അതിന്റെ റോട്ടറിൽ നമുക്കൊരു 3 phase വൈൻഡിങ് സിമിലർ ടു ദ സ്റ്റേറ്റ് 3 phase വൈൻഡിങ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ആ 3 phase വൈൻഡിങ്ങിന്റെ 3 എൻഡ്സ് ജോയിൻ ചെയ്ത് ഒരു സ്റ്റാർ പോയിന്റ് ഉണ്ടാക്കും. ദെൻ അതർ 3 ടെർമിനൽസ് നമ്മൾ എങ്ങോട്ടാണ് നമ്മുടെ ഷാഫ്റ്റിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന 3 സ്ലിപ്പ് റിംഗ്സിലോട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സ്ലിപ്പ് റിംഗ്സിലോട്ട് വേണമെങ്കിൽ എക്സ്റ്റേണൽ ബ്രഷസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് R2 വാല്യൂ എന്താണ് നമുക്ക് റൈസ് ചെയ്യാൻ പറ്റും അല്ലെ. അതായത് റോട്ടർ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ ഏത് കേസിലുണ്ട്? നമ്മുടെ സ്ലിപ്പ് റിംഗ് അല്ലെങ്കിൽ വൗണ്ട് റോട്ടർ ഇൻഡക്ഷൻ മോട്ടറിലുണ്ട്. അപ്പൊ അങ്ങനെ R2 വാല്യൂ കമ്പാരിറ്റീവ്ലി കൂട്ടാം അല്ലെങ്കിൽ ഹയർ ആയതുകൊണ്ട് നമുക്ക് എന്താണ് സ്റ്റാർട്ടിംഗ് ടോർക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹയർ ആയിരിക്കും അല്ലെ. സ്റ്റാർട്ടിംഗ് ടോർക്ക് നമുക്കറിയാം ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു R2 ആണ്. സോ R2 വാല്യൂ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് നമുക്ക് R2 വാല്യൂ കൂട്ടാൻ പറ്റും. R2 വാല്യൂ കൂടുമ്പോൾ യൂഷ്വലി നമുക്ക് എന്താണ് സ്റ്റാർട്ടിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ടോർക്കിന്റെ വാല്യൂ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പൊ എക്സലന്റ് സ്റ്റാർട്ടിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും നമ്മുടെ ഏതിനുള്ളത്? നമ്മുടെ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ നമുക്കുള്ളത്. ഇനി നമ്മൾ കമ്പയർ ടു എയർ ഗ്യാപ്പ് ലെങ്ത് നമുക്കറിയാം റോട്ടറിൽ നമുക്ക് എന്താണ് നമ്മൾ വൈൻഡിങ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ലൈക്ക് സ്റ്റേറ്റ് 3 phase വൈൻഡിങ്സ് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ റോട്ടർ സ്ട്രക്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ വൈൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഓവർ ഹാങ്സ് ഈ 2 കണ്ടക്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു എൻ കണക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓവർ ഹാങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വൈൻഡിങ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഓവർ ഹാങ്സ് കാണാൻ പറ്റും. ഈ ഓവർ ഹാങ്സിന്റെ പ്രസൻസ് കൊണ്ട് റോട്ടറിന്റെ സ്ട്രക്ചർ കമ്പയർഡ് ടു സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ റോട്ടറിന്റെ സ്ട്രക്ചർ അത്ര സ്മൂത്ത് ആയിരിക്കില്ല, കുറച്ച് റഫ് സ്ട്രക്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റേറ്ററും റോട്ടറും തമ്മിലുള്ള എയർ ഗ്യാപ്പ് ലെങ്ത് കുറച്ചും അല്ലെങ്കിൽ അത് നമ്മൾ കുറച്ചും കൂടി ക്ലിയറൻസ് വേണം ഏത് കേസിൽ? നമ്മുടെ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ. അപ്പൊ എയർ ഗ്യാപ്പ് ലെങ്ത് വളരെ കുറച്ച് കൂടുതലായിരിക്കും. നമുക്കറിയാം എയർ ഗ്യാപ്പ് ലെങ്ത് കൂടുമ്പോൾ എന്താണ് പറ്റുന്നത്? ലീക്കേജ് ഫ്ലക്സ് കൂടും. ലീക്കേജ് ഫ്ലക്സ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ലീക്കേജ് റിയാക്ടൻസിന്റെ വാല്യൂ കൂടും അല്ലെ. ലീക്കേജ് റിയാക്ടൻസിന്റെ വാല്യൂ കൂടുമ്പോൾ ഞാൻ പറഞ്ഞു മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ടോർക്കേഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലീക്കേജ് റിയാക്ടൻസ്. അപ്പൊ ലീക്കേജ് റിയാക്ടൻസിന്റെ വാല്യൂ കൂടുതലായതുകൊണ്ട് മാക്സിമം ടോർക്ക് പ്രൊഡ്യൂസ് ബൈ ദ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും. അപ്പൊ നമുക്ക് as overhangs are required, more air gap is required for smooth operation compared to squirrel gauge induction motor. This causes slip ring induction motor to have a little bit lower power factor. Power factor കുറച്ച് കുറവായിരിക്കും. Maximum torque of this motor is low due to increased leakage reactance. Maximum torque വാല്യൂ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ എന്താണ് നമുക്ക് ജനറലി നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന് എക്സലന്റ് സ്റ്റാർട്ടിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. കാരണം എന്താണ് നമുക്ക് എത്ര റെസിസ്റ്റൻസ് വേണമെങ്കിലും സ്റ്റാർട്ടിംഗ് മൊമെന്റിൽ റോട്ടറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു ബ്രഷ് വഴി സ്ലിപ്പ് റിംഗിലോട്ട് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്തുകൊണ്ട് റോട്ടർ റെസിസ്റ്റൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പൊ റോട്ടർ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്കിന്റെ വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പൊ എക്സലന്റ് സ്റ്റാർട്ടിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മുടെ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന്. പക്ഷേ അതിന്റെ റണ്ണിംഗ് ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് വരുമ്പോൾ എന്താണ് കുറച്ച് ഇൻഫീരിയർ റണ്ണിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും നമുക്ക് ഏതിന് കിട്ടുന്നത്? സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന് കിട്ടുന്നത്. കാരണം എന്താണ് എയർ ഗ്യാപ്പ് ലെങ്ത് ഒക്കെ കൂടുതലായതുകൊണ്ട് മാക്സിമം ടോർക്ക് കുറവായിരിക്കും. അതുപോലെ തന്നെ റോട്ടർ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറച്ചും കൂടി ഹയർ ആയതുകൊണ്ട് റോട്ടർ കോപ്പർ ലോസും അതുപോലെ തന്നെ എഫിഷ്യൻസിയും വളരെ കുറച്ച് കുറവായിരിക്കും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഏത് ഒരു സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറും സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് അതിനൊന്ന് സമപ്പ് ചെയ്യാം. സമപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിനും അതുപോലെ തന്നെ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറും ഇതിന്റെ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇസ് കോംപ്ലിക്കേറ്റഡ് ഡ്യൂ ടു സ്ലിപ്പ് റിംഗ്സ് ആൻഡ് ബ്രഷസ്. അവിടെ നമുക്ക് എന്താണ് സ്ലിപ്പ് റിംഗും ബ്രഷും ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പക്ഷെ കമ്മിങ് ടു ദ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ എന്താണ് കൺസ്ട്രക്ഷൻ വളരെ സ്മൂത്ത് ആണ് അല്ലേ. കാരണം നമ്മൾ അതിന്റെ റോട്ടർ സ്ട്രക്ചർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് കോപ്പർ ബാർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതിനെ 2 സൈഡിലും ഷോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് റോട്ടറിന്റെ കൺസ്ട്രക്ഷൻ വളരെ സ്മൂത്ത് ആൻഡ് റഗ്ഡ് കൺസ്ട്രക്ഷൻ ആണ് നമ്മുടെ ഏത് കേസിൽ വരുന്നത്? സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ വരുന്നത്. റോട്ടർ വൈൻഡിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം സിമിലർ ടു ദ സ്റ്റേറ്റ് ഓഫ് വൈൻഡിങ് നമ്മൾ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ ഒരു 3 phase വൈൻഡിങ് തന്നെയായിരിക്കും നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? റോട്ടറിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിലോട്ട് വരുമ്പോൾ എന്താണ് കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം ബാർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. വിച്ച് ആർ പെർമനന്റ്ലി ഷോർട്ടഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ റിംഗ്സ്. എൻ റിംഗ്സ് വെച്ചിട്ട് നമ്മൾ പെർമനന്റ്ലി ഷോർട്ടഡ് ആയിരിക്കും. എന്താണ് ഒരു സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ എന്താണ് വി ക്യാൻ ഈസിലി ആഡ് റോട്ടർ റെസിസ്റ്റൻസ് ബൈ യൂസിങ് സ്ലിപ്പ് റിംഗ് ആൻഡ് ബ്രഷസ്. സ്ലിപ്പ് റിംഗും ബ്രഷും യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസിലി എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യാം. ഏതിന്റെ കേസിൽ? സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ. പക്ഷേ ഇവിടെ എന്താണ് സ്ക്വിറൽ ഗേജിലോട്ട് വരുമ്പോൾ നമ്മൾ റോട്ടർ ബാർ എന്ന് പറയുന്നത് പെർമനന്റ്ലി എൻ റിംഗ്സ് വെച്ച് ഷോർട്ടഡ് ആണ്. അതുകൊണ്ട് നമുക്ക് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കില്ല. ഇനി സ്ലിപ്പ് റിംഗിലോട്ട് വരുമ്പോൾ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് നമുക്ക് കിട്ടും. ഇവിടെ നമുക്കൊരു മോഡറേറ്റ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ എന്താണ് സ്ലിപ്പ് റിംഗിലോട്ട് വരുമ്പോൾ ഡ്യൂ ടു സ്ലിപ്പ് റിംഗ്സ് ആൻഡ് ബ്രഷ് അസംബ്ലി മൊത്തം വരുന്നതുകൊണ്ട് ഇവിടെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും കമ്പയർഡ് ടു സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ. സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന് കോസ്റ്റ് വളരെ കുറവായിരിക്കും.
ദിസ് മോട്ടർ ഈസ് റയർലി യൂസ്ഡ് ഓൺലി 10% ഓഫ് ദി ഇൻഡസ്ട്രി. അതായത് ഇതിന്റെ കോസ്റ്റ് വളരെ കൂടുതലായതുകൊണ്ടും അതിന്റെ കൺസ്ട്രക്ഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടും നമ്മൾ മെജോറിറ്റി ഓഫ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആണ്. ഓൾമോസ്റ്റ് 90% ഓഫ് ദ ആപ്ലിക്കേഷൻസും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസും ആർ മെഡ് ബൈ യൂസിംഗ് ദിസ് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ റോട്ടർ കോപ്പർ ലോസ് എടുത്തു കഴിഞ്ഞാൽ അത് ഹൈ ആയിരിക്കും ഏതിന്റെ കേസിൽ? നമ്മുടെ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ. കാരണം റോട്ടർ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറച്ച് ഹയർ ആണ്, അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി കുറവായിരിക്കും. ഇവിടെ വരുമ്പോൾ എന്താണ്, നമുക്ക് ഹൈ എഫിഷ്യൻസി ആയിരിക്കും സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ. ദെൻ സ്പീഡ് കൺട്രോൾ ബൈ റോട്ടർ റെസിസ്റ്റൻസ് മെത്തേഡ് നമുക്ക് ഏതിൽ പോസിബിൾ ആണ്? സ്ലിപ്പ് റിംഗിൽ പോസിബിൾ ആണ്, പക്ഷെ ഇത് ഏത് പോസിബിൾ അല്ല? നമ്മുടെ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിൽ പോസിബിൾ അല്ല. ദെൻ റോട്ടർ മസ്റ്റ് ബി വൗണ്ട് ഫോർ ദ സെയിം നമ്പർ ഓഫ് പോൾസ്. അതായത് നമുക്കറിയാം സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ നമ്മൾ സ്റ്റേറ്ററിലെ പോലെ വൈൻഡിങ്സ് ആണ് റോട്ടറിലും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റർ വൈൻഡിങ്സ് എത്ര നമ്പർ ഓഫ് പോൾസിനാണോ നമ്മൾ വൈൻഡ് ചെയ്തിരിക്കുന്നത്, സെയിം നമ്പറിൽ പോൾസ് തന്നെ എവിടെയും വേണം, നമ്മുടെ റോട്ടറിലും വേണം. സോ അതനുസരിച്ച് വേണം നമ്മൾ റോട്ടർ വൈൻഡിങ്സ് നമ്മൾ വൈൻഡ് ചെയ്തെടുക്കുക. ദെൻ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിലോട്ട് വരുമ്പോൾ എന്താണ്, നമ്മൾ ജസ്റ്റ് കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം ബാർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്ററിൽ എത്ര നമ്പർ ഓഫ് പോൾസ് ഉണ്ടോ അതിലോട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ എന്ത് സംഭവിക്കും, റോട്ടറിലെ കണ്ടക്ടേഴ്സും അതനുസരിച്ച് അല്ലെങ്കിൽ റോട്ടർ അതനുസരിച്ച് അഡ്ജസ്റ്റ് ആവും അല്ലേ, ഫോർ ദ സെയിം നമ്പർ ഓഫ് പോൾസ് ഓഫ് ദാറ്റ് ഓഫ് സ്റ്റേറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറും സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം. കീപ് വാച്ചിങ് അവർ ചാനൽ. താങ്ക് യു.